തൈരുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 3-4 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3-4 എണ്ണം. പിന്നെ ഇത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ സ്പൂൺ 1 സ്പൂൺ കുരുമുളക്, പിന്നെ തൈര് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക്, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം കൂടി ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ഉണക്കമുളക് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി, കുരുമുളക്, ജീരകം ഇല്ലേ, അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെടുക്കുന്ന തൈരിന് അധികം പുളിയില്ലാത്തതാണെങ്കിൽ തക്കാളി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പുളിയുള്ള മോരാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് തക്കാളി ചേർക്കാഞ്ഞത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂൺ 1 സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ മോര് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും